ഹായ് ഓൾ. ബിസിനസ് റിസർച്ച് മെത്തഡോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് ഓഫ് റിസർച്ചാണ്. എസ് എ ക്വസ്റ്റിനായും ഷോർട്ട് എസ് എ ക്വസ്റ്റിനായും എക്സാമുകളിൽ കണ്ടുവരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് റിസർച്ച്. അപ്പോൾ എന്താണ് പ്രോസസ് ഓഫ് റിസർച്ച് എന്ന് നോക്കാം. ഏതൊരു കാര്യവും കൃത്യമായ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിസർച്ചും ഇതുപോലെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. പല ബുക്കുകളിലും പല രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പമായി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, റിസർച്ച് പ്രോസസ്സിനെ നമുക്കൊരു 8 സ്റ്റേജായി ഡിവൈഡ് ചെയ്യാം. സ്റ്റേജ് 1 ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, സ്റ്റേജ് 2 പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈൻ, സ്റ്റേജ് 3 ഡെവലപ്പിംഗ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ടൂൾസ്, സ്റ്റേജ് 4 സെലക്ടിംഗ് സാമ്പിൾ, സ്റ്റേജ് 5 റൈറ്റിംഗ് റിസർച്ച് പ്രൊപ്പോസൽ, സ്റ്റേജ് 6 ഡാറ്റ കളക്ഷൻ, സ്റ്റേജ് 7 ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് ആൻഡ് സ്റ്റേജ് 8 റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. ഈ ഒരു 8 സ്റ്റേജിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. നമുക്കറിയാം ഏതൊരു റിസർച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെയാണ്. ഏതൊരു റിസർച്ച് ചെയ്യാനും നമുക്കൊരു പ്രോബ്ലം വേണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, ലിറ്ററേച്ചർ റിവ്യൂ, ഐഡൻറ്റിഫൈയിങ് റിസർച്ച് വേരിയബിൾസ് ആൻഡ് മെഷറിംഗ് സ്കെയിൽസ്, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഏതൊരു റിസർച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജിലാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻപ് പല സ്റ്റഡീസും നടന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റഡീസൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ സ്റ്റഡീസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഈ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ടു ഫൈൻഡ് ഔട്ട് റിസർച്ച് ഗ്യാപ്പ് ആൻഡ് വേരിയബിൾസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നത് ഐഡൻറ്റിഫൈയിങ് റിസർച്ച് വേരിയബിൾസ് ആൻഡ് മെഷറിംഗ് സ്കെയിൽസ്. നമ്മുടെ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന വേരിയബിൾസ് ഏതാണെന്നും ഇത് ഏതൊക്കെ സ്കെയിൽ ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നതെന്നും ആദ്യ സ്റ്റേജിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് വേരിയബിൾസും ടൈപ്പ് ഓഫ് മെഷറിംഗ് സ്കെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്തത് വരുന്നത് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ്? ഏതൊരു റിസർച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ കൺക്ലൂഷനെ കുറിച്ച് നമുക്ക് കുറച്ച് അസംഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഈ അസംഷൻസിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസംഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതും അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടതും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി, അതിനാവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പ്രിപ്പയർ ചെയ്തു, ലിറ്ററേച്ചർ റിവ്യൂ നടത്തി നോക്കി, അതുപോലെ നമ്മുടെ വേരിയബിൾസും മെഷറിംഗ് സ്കെയിൽസും ഡിറ്റർമിൻ ചെയ്തു, അതുപോലെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് വരുന്നത് പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈൻ. എന്താണ് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ റിസർച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് പ്ലാൻ തയ്യാറാക്കില്ലേ, അതുപോലെ റിസർച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. ഇതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഏത് ഡിസൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. നമ്മുടെ റിസർച്ച് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ കഴിയും. അത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആവാം, നോൺ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആവാം, അതും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള റിസർച്ച് ഡിസൈനുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു സ്റ്റേജിൽ റിസർച്ച് ഡിസൈനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോബ്ലം സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുകയും അത് ഏത് ഡിസൈനിലൂടെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കലുമാണ്. തേർഡ് സ്റ്റേജ് വരുന്നത് ഡെവലപ്പിംഗ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ റിസർച്ച് ടൂൾസ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെവലപ്പിംഗ് ഡാറ്റ കളക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഡാറ്റ കളക്ട് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഇത് തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതുപോലെ ഏത് ഡാറ്റയാണ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡാറ്റ കോമൺ ആയിട്ട് 2 തരത്തിലുണ്ട്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. ഇതിൽ ഏതൊക്കെ ഡാറ്റയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അതുപോലെ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഡിസൈനിങ് റിസർച്ച് ടൂൾ, മറ്റ് ടൂളുകൾ ഡിസൈൻ ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ,
അതായത് ഡാറ്റ കളക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ടൈപ്പ് ഓഫ് ഡാറ്റ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതുപോലെ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക, അതുപോലെ മറ്റ് ടൂൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത സ്റ്റേജ് വരുന്നത് സെലക്ഷൻ ഓഫ് സാമ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റഡി നടക്കുന്ന സമയത്ത് നമുക്ക് സാമ്പിൾസ് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അതായത് നമ്മുടെ സാമ്പിൾസ് ഏതൊക്കെ ആയിരിക്കണം, ഈ സാമ്പിൾസ് എങ്ങനെയാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്, എത്ര സാമ്പിൾ കളക്ട് ചെയ്യണം, ഈ സാമ്പിളിംഗ് യൂണിറ്റ് എന്തൊക്കെയായിരിക്കണം, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു 4th സ്റ്റേജിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടി വരും. ഈ സാമ്പിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 4th സ്റ്റേജിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 5th സ്റ്റേജ് വരുന്നത് റൈറ്റിംഗ് എ റിസർച്ച് പ്രപ്പോസൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഒരു റിസർച്ച് പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ സിനോപ്സിസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ വെച്ച് നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായി പ്ലാൻ ചെയ്ത് ഒരു പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനെയാണ് റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഈ ഒരു പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നീഡ്സ്, ബെനിഫിറ്റ്, ടൈപ്പ് ഓഫ് ഡാറ്റ, അതുപോലെ മറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 5th സ്റ്റേജ് വരുന്നത്. അടുത്ത സ്റ്റേജ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ 5 സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഡാറ്റ നമുക്ക് പലതരത്തിൽ കളക്ട് ചെയ്യാം. ഒബ്സർവേഷൻസ് ആവാം, ഇൻ്റർവ്യൂ വഴി കളക്ട് ചെയ്യാം, ക്വസ്റ്റ്നെയർ ഉപയോഗിക്കാം, ഷെഡ്യൂൾ ഉപയോഗിക്കാം, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഈ ഒരു മെത്തേഡ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്റ്റേജാണ് 6th സ്റ്റേജ്. ഓക്കെ, അടുത്ത സ്റ്റേജ് വരുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കളക്ട് ചെയ്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു 7th സ്റ്റേജിലാണ്. ഇതിലെന്തൊക്കെ ചെയ്യേണ്ടി വരും? ആ കളക്ട് ചെയ്ത ഡാറ്റയെ എഡിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കോഡ് ചെയ്യേണ്ടി വരും, അതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും, അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ടേബിളാക്കി മാറ്റേണ്ടി വരും, അതിനെ വ്യക്തമായി അനലൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് പെർസെൻറ്റേജ് ഉപയോഗിച്ചോ ഗ്രാഫ് ഉപയോഗിച്ചോ അങ്ങനെ മറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചോ ഒക്കെ അനലൈസ് ചെയ്യാം. അതുപോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ അസംഷൻസ് ശരിയാണോ നോക്കണ്ടേ, അപ്പോൾ ആ അസംഷൻസ് ശരിയാണോ നോക്കേണ്ടി വരും, അത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ ജനറലൈസ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7th സ്റ്റേജ് വരുന്നത് കളക്ട് ചെയ്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു, അതെല്ലാം അനലൈസ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസാന സ്റ്റേജായി റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. ഇത്രയും ചെയ്ത കാര്യങ്ങളെ ഒരു റിപ്പോർട്ടായി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതിലെന്തൊക്കെ വേണം? ഒരു ടൈറ്റിൽ പേജ് വേണം, ടേബിൾ ഓഫ് കണ്ടൻറ്റ് വേണം, മറ്റ് ചാപ്റ്റേഴ്സ് വേണം, ബിബ്ലിയോഗ്രഫി വേണം, അപ്പൻഡിക്സ് വേണം, ഇങ്ങനെ കുറച്ച് മെത്തേഡ്സും അല്ലെങ്കിൽ ഫോമാറ്റ് ഉണ്ട്. ഇത് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് കൂടുതലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിസർച്ച് പ്രോസസ്സിൽ വരുന്നത്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ എന്തായിരുന്നു? ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, അതായത് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അതുപോലെ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്തു, ഏതൊക്കെ ടൂൾസാണ് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് അതെല്ലാം ഡിസൈൻ ചെയ്തു, അതുപോലെ സാമ്പിൾ കളക്ട് ചെയ്തു, അതിനൊരു റിസർച്ച് പ്രൊപ്പോസലായി പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം ഡാറ്റ കളക്ട് ചെയ്തു, ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തു, അവസാനം റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് പ്രോസസ്സിൽ വരുന്നത്. ഏറ്റവും ചുരുങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.